ഹായ് ഓൾ, ഇത് നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ അടുത്ത പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൂ ഈസ് ഹൂ പ്രോബ്ലംസ്. കേട്ടോ, അപ്പോൾ ഹൂ ഈസ് ഹൂ പ്രോബ്ലംസ് എന്ന് പറയുന്നത് CSIR നെറ്റിനും ഗേറ്റിനും ഒരുപോലെയുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് പോകാം. പ്രത്യേകിച്ച് കൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൽ പഠിക്കാനില്ല. ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് അതിൽ നിന്ന് കൺസെപ്റ്റ് പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കണം കേട്ടോ. അതിനപ്പുറം സമയം എടുക്കാൻ പാടില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ശരിയാകും. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നോക്കുക, ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് തനിയെ അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കണം. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റിയാലും കുഴപ്പമില്ല, സ്റ്റക്കായാലും കുഴപ്പമില്ല, പക്ഷേ സ്വയം നമ്മളതൊന്ന് ആലോചിക്കണം. നമ്മുടെ തിങ്കിങ് എബിലിറ്റി കൂട്ടിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിവേസ് പെട്ടെന്ന് തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മുകേഷ്, ജെ, തേജ് ആൻഡ് രാജ് ആർ പുട്ടിംഗ് ടുഗദർ എ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഈ 4 പേര് ഒരു ബാൻഡിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാൻഡിൽ they need a drummer, വായിക്കാൻ പറ്റുന്നുണ്ടോ? They need a drummer, a bass player, a singer and a guitarist. If Mukesh can sing. Okay, anyways, ഞാൻ എന്താണെങ്കിലും ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവർ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മിസ്സിന് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതുകൊണ്ട് മിസ്സ് അതിനെ ഒന്ന് എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം മുകേഷ് ക്യാൻ സിങ് ആൻഡ് ഡ്രം. അപ്പം മുകേഷിൻ്റെ പ്രത്യേകത, മുകേഷിന് സിങ് ചെയ്യാനും സിങ് പ്ലസ് ഡ്രം വായിക്കാനും അറിയാം. ഓക്കെ, രാജ് ക്യാൻ. ഇനി രാജിൻ്റെ പ്രത്യേകത, രാജിന് ഡ്രം അറിയാം, അതുപോലെ തന്നെ ഗിത്താർ പ്ലേ ചെയ്യാനും അറിയാം. ജെ ക്യാൻ പ്ലേ. ഇനിയും ജെ എന്ന് പറയുന്ന ആൾക്ക് ഗിത്താർ പ്ലേ ചെയ്യാൻ അറിയാം, ക്യാൻ പ്ലേ ഗിത്താർ. തേജ് ക്യാൻ പ്ലേ ദ ബാസ് ആൻഡ് സിങ്. ഇനി തേജ് എന്ന് പറയുന്ന ആൾക്ക് ഗിത്താറും അറിയാം പ്ലസ് ബാസ് പ്ലേ ചെയ്യാനും അറിയാം. വിച്ച് ഓഫ് ദ അറേഞ്ച്മെൻറ്റ്സ് മേക്ക് സെൻസ്? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് അറേഞ്ച്മെൻ്റ് ആയിരിക്കും മേക്ക് സെൻസ് ചെയ്യുന്നത്? അപ്പോൾ ചില ഇപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ മക്കൾ ഓർക്കേണ്ടത്. അതിലൊരു കാര്യം മിസ് പറയട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എലിമിനേറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളോട് പറയുകയാണ് ഒരു ക്വസ്റ്റ്യനിൽ സോണിയ ക്യാൻ സിങ്. സോണിയക്ക് പാട്ട് പാടാൻ പറ്റും, ബട്ട് ഷീ ഡസൻറ്റ് ഏബിൾ ടു ഡാൻസ് എന്ന് പറയാമെന്ന് വെച്ചോ. ഷീ കുഡിൻറ്റ് ഏബിൾ ടു ഡാൻസ്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു കേസിൽ ഒരു ഓപ്ഷനിൽ പറഞ്ഞേക്കുവാണ് സോണിയയ്ക്ക് നേരെ ഡാൻസ്. അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോണിയ ക്യാൻ ഓൺലി ഏബിൾ ടു സിങ്, പക്ഷേ ഓപ്ഷനിൽ സോണിയ ഡാൻസ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ എലിമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലായെങ്കിൽ നമുക്ക് ഓപ്ഷനിലേക്ക് ഇറങ്ങി വന്നിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അത് ഏത് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എനിവേസ്, അപ്പോൾ നോക്കിയേ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുകേഷ് ഡ്രം ചെയ്യും, ഓക്കെ, രാജ് ഡ്രം ചെയ്യും, ഗിത്താറും വായിക്കും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് രാജ് സിങ് ചെയ്യും, ഓപ്ഷൻ 1. അപ്പോൾ രാജ് സിങ് ചെയ്യത്തില്ല, അപ്പോൾ ഇതല്ല ഏതായാലും. അടുത്തത് മുകേഷ് ഡ്രം ചെയ്യും, തേജ് പാടും. തേജ് പാടുമോ? തേജ് ഗിത്താറും ബാസും മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇത് ഓപ്ഷൻ ബിയും അല്ല. ഇനി മുകേഷ് പാടും, തേജ് ബാസ് ചെയ്യും, രാജ് ഗിത്താർ വായിക്കും, ജെ ഡ്രം ചെയ്യും, പക്ഷേ ജെ ആകെ ഗിത്താർ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇതും അല്ല. അപ്പോൾ ഇതായിരിക്കും കറക്റ്റ് അല്ലേ, ഓപ്ഷൻ ഡി. മുകേഷ് പാടും, തേജ് ബാസ് അറിയാം തേജിന്, രാജിന് ഡ്രം അറിയാം, ജെയ്ക്ക് ഗിത്താറും. ഓക്കെ, അപ്പോൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ഇനി നോക്കിക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, തനിയെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഡിസംബർ 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ.
ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. അജയ് ഓക്കെ, സോ അജയ്, ബണ്ടി, ചിന്നു ആൻഡ് ദേവ് വെർ ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ അവരാരൊക്കെയാണെന്ന് നോക്കാവേ. ദേവ് വെർ ഓക്കെ, ഇപ്പം 4 കുട്ടികളുണ്ട് അല്ലെ, 4 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാൾ ഏജൻ്റാണ്, ബേക്കറാണ്, കമ്പൗണ്ടർ, ഡിസൈനർ. ഇത്രയും ഡ്യൂട്ടീസാണ് ഇവർ ചെയ്യുക, ഓരോരുത്തർക്ക് ഓരോന്നും. ബട്ട് നോട്ട് നെസസറിലി ഇൻ ദാറ്റ് ഓർഡർ, അതായത് ഈ ഓർഡറിലല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവ് ടോൾ ബേക്കർ ദാറ്റ് ചിന്നു ഈസ് ഓൺ ഹിസ് വേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തു കേട്ടോ മിസ്, എന്നിട്ട് ഇത് മാറ്റിയിട്ട് അടുത്ത പേജിലേക്ക് വരാം, എന്നാലേ നമുക്ക് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ദേവ് ബേക്കറിനോട് പറഞ്ഞു. എന്താ ദേവ് ബേക്കറിനോട് പറഞ്ഞത്? ചിന്നു ഈസ് ഓൺ ഹിസ് ഓർ ഹർ വേ. ഓക്കെ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ വഴി എന്ന് വെച്ചാൽ അവൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ദേവ് ദേവ് ആരോട് പറഞ്ഞു? ബേക്കറിനോട് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കിട്ടി ഏതായാലും ദേവ് ബേക്കറല്ല, ചിന്നുവും ബേക്കറല്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ഞാനങ്ങ് കളയുക, കാരണം ചിന്നു ബേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിന്നു ബേക്കറല്ല. ഇനി ദേവ് ബേക്കർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഇല്ല, ദേവ് ബേക്കർ എന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓക്കെ, ഇനി ദേവ് ടോൾഡ്. ഓക്കെ, അജയ് ഈസ് സിറ്റിംഗ് എക്രോസ് ദ ഡിസൈനർ. അപ്പോൾ അജയ് എന്ന് പറയുന്നത് ഡിസൈനർ. ഇപ്പോൾ ഇതൊരു ടേബിൾ ആണെങ്കിൽ എക്രോസ് ആയിട്ടാണ് അജയ് സിറ്റ് ചെയ്യുന്നത്. ഈ സിറ്റിംഗ് എക്രോസ് ദ ഡിസൈനർ ആൻഡ് നെക്സ്റ്റ് ടു ദ കമ്പൗണ്ടർ. കമ്പൗണ്ടറിൻ്റെ തൊട്ടടുത്താണ് അജയ് ഇരിക്കുന്നത്. എക്രോസ് ഡിസൈനറിന് എക്രോസ് ആയിട്ടുമാണ് ഇവർ ഇരിക്കുന്നത്. ഓക്കെ, ദ ഡിസൈനർ ഡിഡ് നോട്ട് സേ എനിത്തിങ്. ഡിസൈനർ ഒന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ആൾക്കാരുടെയും ഒക്യുപ്പേഷൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നും. ബട്ട് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി സിമ്പിളാണ്. ഇപ്പോൾ ഇത്ര ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ അവിടെ ഒരു ബേക്കറുണ്ട്. ആ ബേക്കറിനോട് എന്താണ് ദേവ് പറയാണ് ചിന്നു ഓൺ ഹിസ് ഓർ ഹർ വേ ആണെന്ന് പറഞ്ഞു. ഇനിയും അവിടെ എന്തുണ്ട്? നമ്മുടെ അജയ് ഇരിപ്പുണ്ട്. അജയ് എന്ന് പറയുന്നത് ഡിസൈനറിന് എക്രോസ് ആയിട്ടാണ് അജയ് ഇരിക്കുന്നത്. അജയുടെ തൊട്ടപ്പുറത്ത് കമ്പൗണ്ടർ. അപ്പം അങ്ങനെ ചിലപ്പോൾ അവർ ഒറ്റ ടേബിൾ ഷെയർ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ പല ടേബിൾ ഷെയർ ചെയ്യുമായിരിക്കും. അപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എലിമിനേഷൻ മെത്തേഡ് പോസിബിൾ ആണോ എന്ന് മിസ് നോക്കി. അപ്പം ഒരു ഓപ്ഷൻ മാത്രമേ എലിമിനേഷൻ മെത്തേഡിൽ കൂടെ മാറിപ്പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്കിനിയും വേറൊരു ക്ലൂവും തരാത്തത് കൊണ്ട് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി എല്ലാ ടീച്ചേഴ്സും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മെത്തേഡുണ്ട്. ദാറ്റ് ഈസ് വിഷ്വൽ മെത്തേഡ്. ഇതെല്ലാം എന്താണ് ആപ്റ്റിറ്റ്യൂഡിലും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് വിഷ്വൽ മെത്തേഡ് കേട്ടോ. അപ്പോൾ വിഷ്വൽ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ ശരിക്കും ചെയ്യുന്നതെന്നറിയോ? അതൊരു ടേബിൾ വെച്ചിട്ടാണ്. വളരെ സിമ്പിളാണ്. നോക്കിക്കേടാ, നമ്മളൊരു ടേബിൾ വരയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ മിസ്സ് ടേബിളിൽ ആദ്യത്തെ ടേബിളിൽ മിസ്സ് ഒക്യുപ്പേഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏജൻ്റ് എന്ന് കൊടുത്തു. ഇത് ഏജൻ്റ് എന്നാണ്. ഏജൻറ്റ് എന്നേ കൊടുക്കുന്നുള്ളേ. ഏജൻറ്റ്. അടുത്തത് ബേക്കറിന് ബി എന്ന് കൊടുത്തു. അടുത്തത് കമ്പൗണ്ടറിന് സി കൊടുത്തു. അടുത്തത് ഡിസൈനറിന് ഡി കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് താഴോട്ടുള്ള കോളത്തിൽ മിസ്സ് പേര് കൊടുക്കും ഓരോരുത്തരുടെ. എ എന്ന് പറയുന്നത് അജയ് ആണ്, ബി എന്ന് പറയുന്നത് ബണ്ടിയാണ്, സി എന്ന് പറയുന്നത് ചിന്നു ആൻഡ് ഡി എന്ന് പറയുന്നത് ദേവ്. ഓക്കെ, ഇനി മിസ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വിഷ്വൽ മെത്തേഡ്സ്. വിഷ്വൽ മെത്തേഡ്. ഇനി എൻ്റെ മക്കളൊന്ന് നോക്കിയേ. ഇനി മിസ്സ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുവാണ്. അതായത് ദേവ് ബേക്കറിനോട് പറഞ്ഞു ചിന്നു ഓൺ ദ വേ ആണ് എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതാണ് ബി, ഇതാണ് ബേക്കർ കേട്ടോ. അപ്പോൾ ഏതായാലും മിസ് ഒരു കാര്യമോട് ചെയ്യാം. ഒരു മിനിറ്റ്. ഇത് അജയ്, ബണ്ടി, ചിന്നു, ദേവ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദേബ് പറഞ്ഞു. അപ്പോൾ ദേബ് അല്ല, ഏതായാലും ദേബ് അല്ല. അപ്പോൾ ബേക്കർ. ചിന്നു ഈസ് ഓൺ ദ വേ എന്ന് ബേക്കറിനോടാണ് പറഞ്ഞത്. അപ്പോൾ ചിന്നു അല്ല ബേക്കർ. ഓക്കെ ആണോ? അപ്പോൾ ഇവർ രണ്ടും അല്ല ബേക്കർ. ഇനിയും അജയ് ഈസ് സിറ്റിംഗ് എന്നുള്ള കേസ് അവിടെ പറയുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം അജയ് ഈസ് സിറ്റിംഗ് എക്രോസ് ദ ഡിസൈനർ. അപ്പോൾ അജയ് ഡിസൈനർ അല്ല. അജയുടെ തൊട്ടപ്പുറത്ത് കമ്പൗണ്ടറും ഉണ്ട്. അപ്പോൾ അജയ് കമ്പൗണ്ടറും അല്ല.
ഓക്കെ അല്ലേ? ഇനി അടുത്തത് എൻ്റെ മക്കൾ നോക്കിക്കേ. ഈ സമയം ബേക്കറിനോട് ദേബും ചിന്നു, അപ്പോൾ ഏതായാലും ചിന്നു അല്ല, ഡിസൈനറും അല്ല, കമ്പൗണ്ടറും അല്ല ചിന്നു, കാരണം ചിന്നു വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിന്നു ആരാ? അങ്ങനെയാണെങ്കിൽ ചിന്നു ഏജൻ്റാണ് അല്ലേ? ഇനി നോക്കിക്കേടാ, ദേബ് അപ്പോൾ ഏജൻ്റ് അല്ല, ബണ്ടിയും ഏജൻ്റ് അല്ല, അജയും ഏജൻ്റ് അല്ല. ഓക്കെ, ഇനിയും ദേബ് കമ്പൗണ്ടർ അല്ലെങ്കിൽ ഡിസൈനർ ആവാനായിട്ടുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇനി നോക്കിയേ, ദേബിനെ നോക്കുന്നതിന് മുമ്പ് ഇനി ഒരു കോളം കൂടെ ഫില്ല് ചെയ്യാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അജയ് ബേക്കറാന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബണ്ടി ഏതായാലും ബേക്കറല്ല. ഇനിയും ആരുടെയാ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്? ഇനിയാണ് പ്രശ്നം. ഇനി നമുക്ക് ഒരുപോലെ 2 റോകൾ ഫില്ല് ചെയ്യാൻ ബണ്ടിയും ഉണ്ട് ദേബും ഉണ്ട്. ഇതിലാരായിരിക്കും എന്നറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇനിയും നമ്മൾ ബാക്ക് ടു ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു എന്ന് മിസ് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട്, എന്താ പറയണേന്നറിയോ? ഓക്കെ, അജയ് ഈസ് സിറ്റിംഗ് അക്രോസ് എ ഡിസൈനർ ആൻഡ് നെക്സ്റ്റ് ദ കമ്പൗണ്ടർ. അതല്ല, ദ ഡിസൈനർ ഡിഡ് നോട്ട് സേ എനിത്തിങ്. ഡിസൈനർ ഒന്നും സംസാരിച്ചിട്ടില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ദേബ് പറയുന്നുണ്ട് എന്ത്? ചിന്നു ഈസ് ഓൺ ദ വേ. അപ്പോൾ ദേബ് സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ദേബ് കമ്പൗണ്ടറാണ്. ഇനി ഡിസൈനർ ഒന്നും സംസാരിക്കുന്നില്ല, അപ്പോൾ ഡിസൈനർ ബണ്ടിയാണ്. മനസ്സിലായോ? മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഇതാണ് വിഷ്വൽ മെത്തേഡ്. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്താ അജയ് ആരാണെന്ന് പറയൂ. അജയ് എന്ന് പറയുന്നത് ബേക്കറാണ്. അജയ് ബേക്കറാണ്. ബണ്ടി എന്ന് പറയുന്നത് ആരാണ്? ഡിസൈനറാണ്. ചിന്നു എന്ന് പറയുന്നത് ആരാണ്? ഏജൻ്റാണ്. ദേബ് എന്ന് പറയുന്നത് ആരാണ്? ദേബ് കമ്പൗണ്ടറാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, മിസ് ഇവിടെ നോട്ട് പോലെ വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ജൂലൈ 2025 CSIR ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നേരത്തെയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഹൂ ഈസ് ഹൂ എന്നുള്ളതിൽ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം ഇപ്പോഴാണ് ഈ 2025 നമ്മൾ വേറെ എക്സാംസിനും ഒക്കെ നോക്കുന്ന സമയത്ത് അത്ര റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു ഇത്. പക്ഷേ CSIRന് ഈ 2025 ഇപ്പോൾ പുതിയതായിട്ട് ഇതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരുന്നുണ്ട്. ഹൂ ഈസ് ഹൂ എന്നുള്ള പ്രോബ്ലം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതായാലും ജൂലൈ 2025 ചോദിച്ച ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ. അപ്പോൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. മിസ്റ്റർ ജോർജ് ആൻഡ് മിസ്റ്റർ വേദാന്ത് മെറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം. ഓക്കെ, അതായത് ഏതായാലും പറഞ്ഞത് ഞാനൊന്ന് എഴുതിക്കോട്ടെ, വേറെ ഒന്നും നമുക്കിതിൻ്റെ അകത്തൊന്നും അറിയില്ല. റഹ്മാനുണ്ട്, ജോർജ് ഉണ്ട്, വേദാന്ത് ഉണ്ട്. ഇവർ 3 പേരും കുറേ നാൾക്ക് ശേഷം ഇവർ മീറ്റ് ചെയ്തു. ഓക്കെ, ഇവർ ഇട്ടത് റെഡ്, ഗ്രീന്, വയലറ്റ് ഷർട്ട്സ് ആയിരുന്നു ഇവർ വിയർ ചെയ്തത്. Mr. Rahman and the person wearing violet noticed that none of them wore a shirt color that matched the first letter of the name. അപ്പോൾ മിസ്റ്റർ റഹ്മാനും വേറൊരു പേഴ്സണും വയലറ്റും, അതായത് മിസ്റ്റർ റഹ്മാനും അതുപോലെ തന്നെ വയലറ്റ് ഷർട്ട് ഇട്ട ആളും നോട്ടീസ് ചെയ്തു. ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല? അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വരുന്ന കളറിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി മാച്ചസ് നെയിംസ് ടു ഷർട്ട് കളർ? ഓക്കെ,
ഓക്കെ, അപ്പം റഹ്മാൻ, ജോർജ്, വേദാന്ത്, റെഡ്, ഗ്രീന്, വയലറ്റ്. ഇവിടെ നമുക്ക് നോക്കിക്കേടാ, ഇവിടെ ഒറ്റ ഒരു കാര്യമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. മിസ്റ്റർ റഹ്മാൻ ആൻഡ് ദ പേഴ്സൺ വിയറിങ് വയലറ്റ് നോട്ടീസ് ദാറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചേ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റഹ്മാനും പിന്നെ വയലറ്റ് ഷർട്ട് ഇട്ട ആളും. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? റഹ്മാൻ അല്ല ഏതായാലും വയലറ്റ് ഷർട്ട് അപ്പം ഇട്ടേക്കുന്നത്. അപ്പോൾ റഹ്മാൻ അല്ല വയലറ്റ് ഷർട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ റഹ്മാൻ വയലറ്റ് ഇല്ല. ഇനി നോക്കിക്കുക, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിൽ വരുന്ന കളറുകളൊന്നും ആരും ധരിച്ചിട്ടില്ല. അപ്പോൾ റഹ്മാൻ അവിടെ നിൽക്കട്ടെ. റഹ്മാൻ വയലറ്റ് അല്ല ഇട്ടെങ്കിൽ റഹ്മാൻ റെഡ് ഇടുവോ? റെഡ് ഇടത്തില്ല, കാരണം ആറാണ്. അപ്പോൾ അത് ഇടത്തില്ല. ആൾക്കാരുടെ ആദ്യ ലെറ്റർ വരുന്ന കളർ ഇടില്ല. അങ്ങനെയാണെങ്കിൽ ഇനി വയലറ്റ് ഇട്ടിട്ടില്ല റഹ്മാൻ, റെഡും ഇടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ റഹ്മാൻ ഗ്രീൻ ആയിരിക്കും. ഓക്കെ, ഇനി എഴുതാൻ സിമ്പിളല്ലേ. ജോർജ് ഏതായാലും സ്വന്തം അക്ഷരത്തിൽ തുടങ്ങുന്നത് ഇടില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ഓൾറെഡി റഹ്മാനും ഇട്ടു. ബാക്കി ആരാ ഉള്ളത്? വയലറ്റ് ആണുള്ളത്. ഇനി വേദാന്ത് വയലറ്റും ഗ്രീനും പോയി കഴിഞ്ഞാൽ ബാക്കി റെഡ്. റഹ്മാൻ ഗ്രീന്, ജോർജ് വയലറ്റ്, വേദാന്ത് റെഡ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി അല്ലേ? നോക്കിക്കേടാ, നോക്കിക്കേ, ഓപ്ഷൻ ബി. കണ്ടോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് ഡിസംബർ 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2012. ഓക്കെ, അമർ, അക്ബർ ആൻഡ് ആൻ്റണി ആർ 3 ഫ്രണ്ട്സ്. അന്തോണി ഓർ ആൻ്റണി. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരും 3 ഫ്രണ്ട്സാണ്. വൺ ഓഫ് ഹൂം ഈസ് എ ഡോക്ടർ. ഓക്കെ, എനിവേസ് ഇവരിൽ ആരോ ഒരാൾ, അതായത് അമറുണ്ട്, അക്ബറുണ്ട്, ആൻ്റണി ഉണ്ട്. ഇവരിൽ ആരോ ഒരാൾ ഡോക്ടറാണ്. ഓക്കെ, ഇത് ഞാൻ കുറച്ചും കൂടെ ഫ്രഷ് പേജിൽ എഴുതുന്നതായിരിക്കും നല്ലതല്ലേ. എനിവേസ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ആരോ ഒരാൾ ഡോക്ടറാണ്. ആൻ്റണി എന്ന് പറയുന്നത്, ആൻ്റണി എന്താണ്? ഞാനത് ആൻ്റണി എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, ആൻ്റണി എന്നല്ല, ഹൂ ഈസ് എ ഡോക്ടർ, അനദർ എന്നായിരിക്കും അല്ലേ? ഓക്കെ, അനദർ എന്നായിരിക്കും കേട്ടോ. അതായത് ഒരാൾ ഡോക്ടറാണ്, വേറൊരാൾ എൻജിനീയറാണ്, ആൻഡ് തേർഡ് ഈസ് എ പ്രൊഫസർ. അപ്പോൾ ആൻ്റണി എൻജിനീയർ എന്നാന്നല്ല കേട്ടോ, മിസ് അനദർ എന്നാണ്. അനദർ ഷോർട്ടാക്കി പെട്ടെന്ന് എഴുതിയതാണ്. ഓക്കെ, അനദർ ഈസ് എൻ എൻജിനീയർ ആൻഡ് ദ തേർഡ് ഈസ് എ പ്രൊഫസർ. ക്വസ്റ്റ്യൻ. ഓക്കെ, അമർ ഏതായാലും എൻജിനീയർ അല്ല. ഓക്കെ, അത്രയും ഓക്കെ ആയി. അപ്പോൾ ഒരാൾ അമർ, അക്ബർ, ആൻ്റണി, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എൻജിനീയറാണ്, ഒരാൾ പ്രൊഫസറാണ്. എന്നാൽ അമർ എന്തല്ല? എൻജിനീയർ അല്ല. അക്ബർ ഈസ് ദ ഷോർട്ടസ്റ്റ്. അക്ബറാണ് ഏറ്റവും നീളം കുറഞ്ഞ ആൾ. ദ ടോളസ്റ്റ് പേഴ്സൺ, ഇനി നീളമുള്ള ആൾ ഡോക്ടറാണ്. അപ്പോൾ അക്ബർ ഏതായാലും എന്തല്ല? അക്ബർ ഏതായാലും ടോളസ്റ്റ് ആണ്. അപ്പോൾ ടോളസ്റ്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ അക്ബർ ഏതായാലും ഡോക്ടറല്ല, അമർ ഏതായാലും എൻജിനീയറും അല്ല. ഓക്കെ, ദ എൻജിനീയേഴ്സ് ഹൈറ്റ് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ അതർ ടു. അതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ഒരാൾ ഷോർട്ടും ഒരാൾ ടോളും ആയിരിക്കും. എൻജിനീയറിൻ്റെ ഹൈറ്റ് ഏതായാലും ആവറേജ് ആയിരിക്കും. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരെണ്ണമായിരിക്കും. അത് നമ്മൾ വേറെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനത്തെ ആവറേജ്, ടോളസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ജോമെട്രിക് മീൻ എന്ന് വെച്ചാലും ആ ഒരു കൺസെപ്റ്റ് തന്നെ എടുത്താൽ മതിയാവും. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഇതിലേതാണ് ട്രൂ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. മിസ് ഫ്രഷ് പേജ് എടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഏതായാലും ഞാനൊന്ന് അനലൈസ് ചെയ്താൽ മാത്രമേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒന്നും കൂടെ എന്താണ്, അമർ, അക്ബർ, ആൻ്റണി. ഓക്കെ, 3 ഫ്രണ്ട്സ്, ഒരാൾ ഡോക്ടർ, ഒരാൾ എൻജിനീയർ, ഒരാൾ പ്രൊഫസർ. അക്ബർ ഈസ് ദ ഷോർട്ടസ്റ്റ്. ഓക്കെ, അക്ബർ എവിടെ? അക്ബറാണ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആൾ. അമർ ഈസ് നോട്ട് ആൻ എൻജിനീയർ. അമർ ഏതായാലും എൻജിനീയർ അല്ല. ദ ടോളസ്റ്റ് പേഴ്സൺ, ഏറ്റവും നീളമുള്ള ആൾ ഡോക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം ഏതായാലും ഡോക്ടറും അല്ല. ആര്? അക്ബർ ഏതായാലും ഡോക്ടറും അല്ല, കാരണം അയാൾ ഭയങ്കര ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആളാണ്. ഇത് എൻജിനീയേഴ്സ് ഹൈറ്റ് ഈസ് എ ജോമെട്രിക് മീൻ. അപ്പോൾ എൻജിനീയറിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ ഇയാൾ ഷോർട്ടസ്റ്റ് ആണ്, ഇയാൾ എൻജിനീയറും ആകത്തില്ലെങ്കിൽ ഇയാളായിരിക്കും എൻജിനീയർ. അതായത് ആൻ്റണി ആയിരിക്കും എന്ത്? എൻജിനീയർ എന്ന് ഞാനങ്ങ് പറയുകയാണ്. ആൻ്റണി ആയിരിക്കും എൻജിനീയർ. ഓക്കെ, അമർ ആയിരിക്കും ഡോക്ടർ അല്ലേ? അക്ബർ ആയിരിക്കും
എന്ത് പ്രൊഫസർ. ഓക്കെ ഒന്ന് നോക്കിക്കോട്ടെ. ആൻ്റണി എന്ന് പറയുന്നത് എൻജിനീയർ എന്ന് പറയുന്നു, അമർ എന്ന് പറയുന്നത് ഡോക്ടർ, അക്ബർ എന്ന് പറയുന്നത് പ്രൊഫസർ. ഓക്കെ, അതൊന്നും അല്ലല്ലേ ഓപ്ഷൻസ്, ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ ഇതിലേതാണ് ട്രൂ ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അമർ ഈസ് എ ഡോക്ടർ. അമർ ഡോക്ടർ ആയിരുന്നോ? ഓക്കെ, അപ്പോൾ അമർ ഡോക്ടർ ആയിരുന്നോ? അല്ലേ, അമർ ഡോക്ടർ അല്ലായിരുന്നോ? അതെ, ആയിരുന്നു. ഇനി വേണമെങ്കിൽ ഓപ്ഷൻസ് ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അടുത്ത ഇതിൻ്റെ ഒരു ക്ലൂവും പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് അങ്ങോട്ട് മനസ്സിലായില്ല, പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് എന്താ പറഞ്ഞത്, ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് അക്ബറാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ആൾ. അപ്പോൾ ഇവിടെ ഓൾറെഡി നോക്കിക്കേ, ആൻ്റണി ഈസ് എ ഡോക്ടർ ആൻഡ് ഹീ ഈസ് ദ ഷോർട്ടസ്റ്റ്. ഇതല്ലെന്നറിയാം, കാരണം ഡോക്ടർ അവിടെ നിൽക്കട്ടെ, ഏറ്റവും ഷോർട്ടസ്റ്റ് ആരാന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അക്ബറാണ്. അപ്പോൾ ഓപ്ഷൻ സി എന്താണെങ്കിലും വരത്തില്ല. ആൻ്റണി ഈസ് എ ഡോക്ടർ ആൻഡ് ഹീ ഈസ് ദ ടോളസ്റ്റ്. ഓക്കെ, അത് നമുക്ക് ഡൗട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതേതായാലും നമുക്ക് കളയാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കി മൂന്നിൽ നിന്ന് വർക്കൗട്ട് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, നമുക്ക് ഇപ്പം തന്നെ കിട്ടിപ്പൊക്കോളും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ ചിലപ്പോൾ പറയത്തില്ല എനിക്ക് 2 എണ്ണത്തിൽ ഡൗട്ടുണ്ട്, അപ്പം ആ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്ത ആ ബാക്കി ബാലൻസ് ആണ് ആൻസർ എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും അല്ലേ. അതുകൊണ്ട് മിസ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി അടുത്തത് എന്താ? ഇത് നവംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെന്ന് തോന്നുന്നില്ല, ഒന്ന് വായിക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അൻവര, ഭാരതി, കോലിൻ ആൻഡ് തരുൺ കമ്മ്യൂട്ട് ബൈ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇവർ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് സൈക്കിൾ, ഓട്ടോറിക്ഷ, ബസ്, train. The initials of the mode of transport and the name of the person match in exactly 2 cases. Okay, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ. If Tarun travels by train and Colin rides neither an auto rickshaw nor a bus, then. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിക്കേടാ, അൻവര, ഭാരതി, കോലിൻ, തരുൺ. അപ്പോൾ ഇവർ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഇവർ ഡെയിലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേടാ, ഈ ഓരോ ആൾക്കാരുടെയും ഇനിഷ്യൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇവർ യൂസ് ചെയ്യത്തില്ല. പക്ഷേ 2 കേസുകളിൽ മാത്രമേ ഇവർ ഉപയോഗിക്കത്തുള്ളൂ എങ്കിൽ, അതായത് ഇഫ് തരുൺ ട്രാവൽ ചെയ്യുന്നത് ട്രെയിനിലാണെന്ന് വിചാരിക്കുക. അതായത് തരുൺ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നു ആൻഡ് കോലിൻ റൈഡ് നെയ്തർ ആൻ ഓട്ടോറിക്ഷ നോർ എ ബസ്. അതിൻ്റെ അർത്ഥം എന്താടാ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ മീനിങ് അറിയണം അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? കോലിൻ എന്താ ചെയ്യുന്നത്? റൈഡ്സ് ദർ ആൻ ഓട്ടോ നോർ എ ബസ്. ഇതിൻ്റെ അർത്ഥം നെയ്തർ എന്ന് വെച്ചാൽ ഇല്ല അല്ലേ, ഒന്നുമില്ല. അതായത് കോലിൻ എന്ത് ചെയ്യുന്നില്ല? ബസ്സിലും റൈഡ് ചെയ്യുന്നില്ല, ഓട്ടോയിലും അല്ല. അന്ന് വെച്ചാൽ കോലിൻ ഏതിലായിരിക്കും? ഇനി ട്രെയിനിൽ തരുൺ പോയി, അങ്ങനെയാണെങ്കിൽ കോലിൻ സൈക്കിളിലായിരിക്കും. മനസ്സിലായി? അപ്പോൾ ഇവർ തന്നെ ഈ ക്വസ്റ്റ്യനിൽ പറയാണ് ഓരോ ആൾക്കാരുടെ ഇനിഷ്യൽസിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇവർ നടത്തത്തില്ല, പക്ഷേ 2 കേസുകളിൽ മാത്രം അത് നടത്തും. ദാറ്റ് ഇസ് തരുൺ ട്രെയിനിലും പോകും, പിന്നെ കോലിൻ സൈക്കിളിൽ പോകുന്നെന്ന് അവർ എടുത്തു പറയുമല്ല, പകരം പറയാണ് നെയ്തർ ഓർ നോർ ബസ് ആൻഡ് ഓട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ബസ്സിലും ഓട്ടോയിലും പോകത്തില്ല, നെയ്തർ എന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ കോലിൻ സൈക്കിളിലാണ് പോകുന്നത്. ഈ 2 കണ്ടീഷനിൽ മാത്രമേ ഇവരുടെ ഇനിഷ്യലുകൾ അനുസരിച്ചുള്ള ട്രാൻസ്പോർട്ട് ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അനശ്വരയല്ലല്ലോ, അൻവര എന്തിലായിരിക്കും പോകുന്നത്? ഭാരതി എന്തിലായിരിക്കും പോകുന്നത്? ഓൾറെഡി ഇവരുടെ ഇനിഷ്യൽസ് വെച്ചുള്ള ട്രാൻസ്പോർട്ട് ഇവർക്ക് കഴിഞ്ഞു, 2 കേസ് കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ സിമ്പിളല്ലേ, അൻവര എന്തിൽ പോകും? ബസ്സിലും പോകും, ഭാരതി ഓട്ടോയിലും പോകും അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് അൻവര, റൈഡ് ആൻഡ് ഓട്ടോ അല്ല, അൻവര റൈഡ്സ് എ ബസ്, അതാണ് കറക്റ്റ്. അപ്പോൾ അൻവര ബസ്സിലാണ് അല്ലേ, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻസ് ബസ്സിലാണ്. അപ്പോൾ അതാണ് ഓപ്ഷൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ഇത് നവംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻഡ് മൂവിങ് ഓൺ അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ,
ദിസ് ഇസ് സംതിങ് നമ്മൾ വിഷ്വൽ മെത്തേഡ് എടുത്താൽ നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ. ഓക്കെ, എനിവേ ക്വസ്റ്റ്യൻ വായിച്ചോ. എമംഗ് എ ബി സി ആൻഡ് ഡി 4 ആൾക്കാരാണുള്ളത്. ഒരു ലോയറുണ്ട്, അതിൽ ഡോക്ടറുണ്ട്, ടീച്ചറുണ്ട്, ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അവർ ഡ്രിങ്ക് ചെയ്യുന്നത് എക്സാക്ട്ലി ഒരാൾ ടീ കുടിക്കും, ഒരാൾ കോഫി, ഒരാൾ ലെമനേഡ് കുടിക്കും, ഒരാൾ മിൽക്കും കുടിക്കും. ഓക്കെ, അപ്പോൾ ഒരാൾ ടീ, കോഫി, ലെമനേഡ് ആൻഡ് മിൽക്ക്. ഇഫ് നെയ്തർ ദ ലോയർ നോർ ദ ടീച്ചർ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇഫ് നെയ്തർ ദ ലോയർ നോർ ദ ടീച്ചർ ഡ്രിങ്ക്സ് മിൽക്ക്, അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? നെയ്തർ, മിസ് നേരത്തെ പറഞ്ഞു, നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ അവർ കുടിക്കേയില്ല എന്ന് വെച്ചാൽ ലോയറും ലോയറും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറും എന്ത് കുടിക്കേയില്ല? പാല് കുടിക്കേയില്ല. ഓക്കെ, മിൽക്ക് ഡ്രിങ്ക് ചെയ്യേയില്ല. ബി ഡ്രിങ്ക്സ് കോഫി. ഇനി ബി എന്താണേലും കോഫി ആയിരിക്കും കുടിക്കുക. ഓക്കെ, അപ്പം ലോയറും ടീച്ചറും ഏതായാലും ബി അല്ല. എ എന്ന് പറയുന്നത്, എ ഇസ് ദ ടീച്ചർ, അപ്പോൾ ടീച്ചർ എ ആണ്. ഓക്കെ, എ ഇസ് ദ ടീച്ചർ ആൻഡ് സി ഇസ് ദ ഡോക്ടർ. സി എന്ന് പറയുന്നത് ഡോക്ടറാണ്. ആൻഡ് ഡ്രിങ്ക്സ് ടീ, അപ്പോൾ ഡോക്ടർ ടീ ആണ് ഡ്രിങ്ക് ചെയ്യുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ്? എ ഡ്രിങ്ക് ലെമനേഡ്, ബി ഇസ് ദ ജേർണലിസ്റ്റ്. ബി ആരാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോടോ? ഇല്ല. ഓക്കെ, ദ ലോയർ ഡ്രിങ്ക്സ് കോഫി, വിച്ച് ഈസ് ഫോൾസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് എന്നാണ് അല്ലേ. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമ്മൾ എന്ത് ചെയ്യുക? വിഷ്വൽ മെത്തേഡ് ഇവിടെ യൂസ്. ഓക്കെ, അപ്പം മിസ്സ് വിഷ്വൽ മെത്തേഡ് ആ ടേബിളാണ് വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ ഇത് നോക്കണ്ട, ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇവിടെ വിഷ്വൽ മെത്തേഡ് ഇത് ശരിക്കും ഒരു ഹൈബ്രിഡ് ക്വസ്റ്റ്യൻ. അതായത് നോക്കിക്കഴിഞ്ഞാൽ ABCD എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവരുടെ ഒക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഒക്യുപ്പേഷൻസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറഞ്ഞേക്കണത് എന്താ, ഇവരെ കുടിക്കണ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 ഫാക്ടേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ കയ്യിലുള്ള പേനയും പെൻസിലും ഉപയോഗിച്ച് ഒരിക്കലും ഒരു 3 ഡയമെൻഷണൽ ടേബിൾ വരയ്ക്കുക എന്നുള്ളത് ഇതുവരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് മിസ്സ് 2 ഫാക്ടേഴ്സാണ് ആകെ എടുത്തത്. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന്? നേരത്തെ നമ്മൾ വിഷ്വൽ മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അവരുടെ ജോലിയും അവരുടെ പേരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അവരുടെ പേരും ജോലിയും അതുപോലെ തന്നെ ABCD എന്ന് അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ അത് പോസിബിൾ അല്ല വരയ്ക്കാൻ. അപ്പോൾ ഏതായാലും മിസ് 2 കാര്യങ്ങൾ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ABCD റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. ഏതായാലും നോക്കിക്കുക, ഇത് ലോയർ, ഡോക്ടർ, ടീച്ചർ, ജേർണലിസ്റ്റ്. അപ്പോൾ അവർ ക്വസ്റ്റ്യനെ പറഞ്ഞ ഓർഡറിൽ എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓർഡറിൽ ടീ, കോഫി, ലെമനോഡ് അതുപോലെ തന്നെ മിൽക്ക് എന്നും ചെയ്തു. ഇനി നോക്കൂ, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ടീച്ചർ ഏതായാലും മിൽക്ക് ഡ്രിങ്ക് ചെയ്യില്ല, ലോയറും മിൽക്ക് ഡ്രിങ്ക് ചെയ്യില്ല. അപ്പം മിൽക്കിൻ്റെ ഓപ്ഷൻ ഇവർക്ക് 2 പേർക്കും ക്രോസ് ഇട്ടു. ഇനിയും പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന ആൾ, അപ്പോൾ ഇവിടെ ABCD എന്നിട്ടു. ഇനിയും പറഞ്ഞേക്കുന്നത് ബി എന്ന് പറയുന്ന ആൾ എന്ത് കോഫി കുടിക്കും, അപ്പോൾ ഇത് ടിക്കിട്ടു. അങ്ങനെയാണെങ്കിൽ ഇത് കുടിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് കോഫി ഓൾറെഡി പോയി, ലോയർ ഓൾറെഡി കോഫി കുടിച്ചു. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് വെച്ചാൽ ഡോക്ടർ കോഫി കുടിക്കില്ല. ഓക്കെ, പിന്നെ ബാക്കി നോക്കിക്കേടാ, ഇവരാരും കോഫി കുടിക്കില്ല. ഓക്കെ, ഇനി എവിടെയെങ്കിലും ടിക്ക് വരണോ അല്ലേ? അടുത്തത് പറഞ്ഞിട്ടുണ്ട് സി എന്ന് പറയുന്നത് ഡോക്ടറാണ്. ഡോക്ടർ എന്ത് കുടിക്കും? ടീ കുടിക്കും. ഡോക്ടർ എവിടെ? ഓക്കെ, ഡോക്ടർ അപ്പോൾ ഇവിടെയാണ് സി വരുന്നത്. അതായത് ഇതനുസരിച്ച് മാറും കേട്ടോ. ഡോക്ടർ ടീ ആണ് കുടിക്കുക, അപ്പോൾ ഡോക്ടർ ടീ കുടിച്ചു. അപ്പോൾ ഡോക്ടർ ടീ കുടിച്ചു, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ABCD നേരെ റെപ്രസെൻറ്റ് ചെയ്യരുത് കേട്ടോ, അത് ശ്രദ്ധിച്ചോണേ. നേരെ റെപ്രസെൻറ്റ് ചെയ്യല്ലേ ABCD, പിന്നെ ക്വസ്റ്റ്യനോട് ചേർന്ന് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഇതൊന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ലെമനോയിഡായിരിക്കും കുടിക്കുക. ഇയാളിത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ജേർണലിസ്റ്റ് മിൽക്കായിരിക്കും കുടിക്കുക. മനസ്സിലായി? ഇവിടെ ഒരു തെറ്റും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് മൈൻഡ് ചെയ്യരുത്. ABCD എന്നുള്ള ഓർഡറിൽ പോകരുത്. നിങ്ങൾ ഏതൊരു 2 ഡിമെൻഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഒന്ന് ഞാനിവിടെ എടുത്തേക്കുന്നത് പേരും ഒന്ന് ഒക്യുപ്പേഷനുമാണ്. അതാണ് ഏറ്റവും ഇവിടെ കൺവീനിയൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ B ടീ കുടിക്കുമെന്ന് പറഞ്ഞാൽ ടീയുടെ മണ്ടയ്ക്ക് B എന്ന് ഇടുക. അങ്ങനെ പോകുന്നതാണ് നല്ലത് കേട്ടോ.
ഓക്കെ, അപ്പം ജെനുവൻലി പറയുകയാണെങ്കിൽ ഇവിടെ 2 ഡയമെൻഷൻ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ അനുസരിച്ച് മുകളിൽ ABCD ഇട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നോക്കിക്കേടോ, ലെമനോയിഡ് കുടിക്കുന്ന ആളാരാണ്? ഓക്കെ. അപ്പോൾ ലോയർ കോഫിയാണ് ഡ്രിങ്ക് ചെയ്യുന്നത്, ഡോക്ടർ ടീ ആണ് ഡ്രിങ്ക് ചെയ്യുന്നത്, ടീച്ചർ എന്താണ്? ലെമനോയിഡാണ്, ജേർണലിസ്റ്റ് എന്താണ്? മിൽക്കാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ബി പറയുന്നത് ബി ഇസ് ദ ജേർണലിസ്റ്റ് എന്നായിരുന്നു. ബി ആരാണ്? ബി കോഫി കുടിക്കുന്ന ആളാണ് ശരിക്കും. അതായത് ബി എന്ന് പറയുന്നത് ആരാണ് ആക്ച്വലി? കോഫി കുടിക്കുന്ന ആരാണ്? ലോയറാണ്. ഓക്കെ, അപ്പോൾ ബി ഇസ് ദ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണിവിടെ ഫോൾസ് ആയിട്ട് വന്നേക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3 ഡിമെൻഷനും വന്നതുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പറയാനേ പറ്റുന്നുള്ളൂ, ഇങ്ങനെ പറഞ്ഞു തരാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേ, വിഷ്വൽ മെത്തേഡ് ഇതാണ് നോട്ട് വരച്ചേക്കണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമോ? ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് നോക്കുമോ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ. പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വേറൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ചെയ്യാം. സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് ഓൾറെഡി ഞാൻ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു ക്വസ്റ്റ്യനൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ക്വസ്റ്റ്യൻ പക്ഷേ ഇതിനകത്തില്ലല്ലോ. എനിവേസ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാവേ, അത് ചെയ്യാനായിട്ട് നോക്കുമോ? ഹൂ ഈസ് ഹൂ പ്രോബ്ലം. കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നോക്കിക്കേ. ഇപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുമല്ലോ, ഹൂ ഈസ് ഹൂ പ്രോബ്ലം എന്ന് എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ സ്റ്റഡി മോഡിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ടൈപ്പ് ഹൂ ഈസ് ഹൂ പ്രോബ്ലം ഫോർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ വിഷ്വൽ മെത്തേഡൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വേറെ വീഡിയോസ് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് ഒരുപാട് സമയം മണിക്കൂറുകളോളം ഇരുന്ന് കളയേണ്ട കാര്യമില്ല. പക്ഷേ 1 hour എഫക്റ്റീവായിട്ട് കൊടുക്കേണ്ടതുമാണ്. കംപ്ലീറ്റ് മാറ്റേണ്ട ഒരു ടോപ്പിക്കല്ല, പക്ഷേ ഫുൾ ടൈം ഇതിനു വേണ്ടി ഇരിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇമ്പോർട്ടൻസ് ഉണ്ട്, അമിതം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനൂടെ പറഞ്ഞുതരാം കേട്ടോ, നോക്കിക്കോ. ക്വസ്റ്റ്യൻ ഇതിൽ എഴുതിയിട്ടില്ല, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. A8 grapes and പൈനാപ്പിൾ. അപ്പോൾ എ കഴിച്ചത് ഗ്രേപ്പും പൈനാപ്പിളും ആണ്. ബി കഴിച്ചത് ഗ്രേപ്പും ഓറഞ്ചുമാണ്. സി കഴിച്ചത് ഓറഞ്ച്, പൈനാപ്പിൾ, ആപ്പിൾ. അതുപോലെ തന്നെ ഡി കഴിച്ചത് ഗ്രേപ്പ്, ആപ്പിൾ, പൈനാപ്പിൾ. ഓക്കെ, ആഫ്റ്റർ ടേക്കിംഗ് ഫ്രൂട്ട്സ് ബി ആൻഡ് സി ഫെൽ സിക്ക്. ഓക്കെ, ഈ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ബിയും സിയും ഒന്നിച്ച് വയ്യാതായി. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബവ് ഫാക്ട്സ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ കോസ് ഓഫ് സിക്നെസ് വാസ്. അങ്ങനെയാണെങ്കിൽ ഏത് ഫ്രൂട്ടാണ് സിക്നെസ് ഉണ്ടാക്കിയേക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് കുറേ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബട്ട് അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലേ. എനിവേസ് നോക്കിക്കേടോ, എന്താ ക്വസ്റ്റ്യൻ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. എ കഴിച്ചത് ഗ്രേപ്പും പൈനാപ്പിളും ആണ്, ബി കഴിച്ചത് ഗ്രേപ്പും ഓറഞ്ചും ആണ്. ബിക്കും സിക്കും ആണ് ഒരുപോലെ പ്രശ്നം. സി കഴിച്ചത് ഓറഞ്ചും പൈനാപ്പിളും ആപ്പിളുമാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഇവർ രണ്ടുപേരും കഴിച്ചത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിനാണ് പ്രശ്നം. അപ്പോൾ സിക്നെസ് ഉണ്ടായത് ഓറഞ്ചാണ് സിക്നെസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓപ്ഷൻ എ ആപ്പിൾ, ബി
പൈനാപ്പിൾ, സി ഗ്രേപ്പ്, ഡി ഓറഞ്ച്. അപ്പോൾ ഓറഞ്ചിനാണ് പ്രശ്നം കേട്ടോ. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഞാനൊരു പാർട്ട് ടു വേറെ ടൈപ്പ് ഓഫ് ഹൂസ് ആൻഡ് ഹൂസ് വേണമെങ്കിൽ വരും. അപ്പോൾ അതും കൂടെ റെഫർ ചെയ്തിട്ട് നമുക്ക് പാർട്ട് 2 ഏതായാലും ചെയ്യാം കേട്ടോ. ഹൂ ഈസ് ഹൂ പ്രോബ്ലംസ്. അപ്പം ഇതുപോലത്തെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ടീച്ചർ ഹിന്ദിയും ഇംഗ്ലീഷും പഠിപ്പിക്കുന്നു, ബി എന്ന് പറയുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും പഠിപ്പിക്കുന്നു, സി വേറെ കുറച്ച്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എന്നാൽ ഇന്ന വിഷയം പഠിപ്പിക്കുന്ന ടീച്ചർ ഏതാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ എത്ര വിഷയം, അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ഹൂ ഈസ് ഹൂ. അതായത് ഇത് ചെയ്യുന്നത് ആരാണ്, ഇത്രയും നേരം നമ്മൾ അങ്ങനെയല്ലേ കണ്ട്, ഇത് ഇന്നത് ഡ്രിങ്ക് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ഇന്ന ബസ് എടുത്തത് ആരാണ്. അപ്പോൾ ഹൂ ഈസ് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന്. ദാറ്റ് ഈസ് ആക്ച്വലി മീൻ ബൈ ദ ടേം ഹൂ ഈസ് ഹൂ അല്ലേ. അപ്പോൾ ഇത് ബ്ലഡ് റിലേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ബ്ലഡ് റിലേഷൻ എന്ന് വെച്ചാൽ റിലേഷൻസ്. അപ്പം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കുറേ പാർട്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഇപ്പം സൺ അല്ലെങ്കിൽ ഫാദർ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇന്ന ആൾ അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻ പറഞ്ഞു. അപ്പോൾ ആ റിലേഷൻ ഉള്ളപ്പോൾ അത് ബ്ലഡ് റിലേഷൻസ് ആണ്, പ്രോബ്ലമാണ്. ഇത് ഇന്നത് ആരാണ്, അടുത്ത ആരാണ്, അതൊക്കെ എന്ന് പറയുന്നത് ഹൂ ഈസ് ഹൂ പ്രോബ്ലംസ് ആണ്. ഇനി നമ്മളോട് ഇന്ന ഒരു ആൾക്കാരെ അറേഞ്ച് ചെയ്തിരുത്തി, അങ്ങനെയാണെങ്കിൽ ഇത്ര പേര് ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും എത്ര പേര് വരും, അങ്ങനെയൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് അല്ലേ. അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം, റിസണിങ് പ്രോബ്ലംസ് ആയിരിക്കും. പിന്നെ ഇനി നമുക്ക് ട്രിഗ്നോമെട്രി, ട്രിഗ്നോമെട്രി, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി ഒക്കെ നമുക്ക് വരുമ്പോൾ മനസ്സിലാവും, അത് ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യനാണ്. പിന്നെ വർക്ക് ആൻഡ് എഫിഷ്യൻസി, അപ്പോൾ അത് നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കത്തേണ്ടത്. ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ചതുപോലെ എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതുപോലെ തന്നെ വിഷ്വൽ മെത്തേഡ്, അതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് നമ്മൾ ഓപ്ഷനിലേക്ക് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, താങ്ക് യു.